നന്മ 24ലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹെലി റൈഡ് ഇഷ്ടപ്പെടാത്തത് ആരാണുള്ളത്? നമ്മൾ ഫ്ലൈറ്റിൽ മിക്കവാറും യാത്ര ചെയ്തിട്ടുണ്ടാകും. പക്ഷേ ഹെലികോപ്റ്ററിൽ യാത്ര ചെയ്യുമ്പോഴുള്ള ഒരു അനുഭൂതി, പ്രകൃതി ഭംഗികളൊക്കെ ആസ്വദിച്ച്, അതുപോലെ തന്നെ IT നഗരമായ അമ്പരചുംബികളായിട്ടുള്ള നിരവധി ഫ്ലാറ്റ് സമുച്ചയങ്ങളുടെ മുകളിലൂടെ നമുക്ക് സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു കാഴ്ച, ആ ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. ഏതായാലും അതുപോലെ ഒരു റൈഡ് നമുക്ക് പോകാം. IT നഗരത്തിൻ്റെ മുകളിലൂടെ, ഇൻഫോ പാർക്കിൻ്റെ സ്മാർട്ട് സിറ്റിയുടെ മുകളിലൂടെ നമുക്കൊന്ന് സഞ്ചരിക്കാം. ഏതായാലും നമ്മുടെ മുന്നിൽ ഒരു ഹെലികോപ്റ്റർ വന്നിട്ടുണ്ട്. ഈ ഒരു സൗകര്യം ഒരുക്കിയത് ഹെലി റൈഡ് കൊച്ചിയാണ്. പറന്ന് ഉയരുകയാണ്. ഇപ്പോൾ നമ്മൾ രാജഗിരി കോളേജിൻ്റെ മുകളിലൂടെയാണ് നമ്മളിപ്പോൾ സഞ്ചരിക്കുന്നത്. കാണാം, രാജഗിരി കോളേജ് കാണാം. അതിൻ്റെ സൈഡിലൂടെ ഈ കാണുന്നത് കടമ്പ്രയാറാണ്, ചിത്രപ്പുഴ. ആ ചിത്രപ്പുഴയുടെ മുകളിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. ഇനി നേരെ നമ്മൾ എത്തുന്നത് ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ്. ഇവിടെയാണ് വലിയ തീപിടുത്തം ഉണ്ടായത്. അതുപോലെ തന്നെ പരിസ്ഥിതിക്ക് ഒരുപാട് ആഘാതം വന്ന ഒന്നായിരുന്നു. ആ ബ്രഹ്മപുരം പ്ലാന്റിൻ്റെ മുകളിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. നമുക്ക് ഏതായാലും ഇതുവഴി പോയി തിരിച്ചു വരുമ്പോഴും ഈ പറഞ്ഞ ബ്രഹ്മപുരം പ്ലാന്റിൻ്റെ മുകളിലൂടെ തന്നെ തിരിച്ച് ലാൻഡ് ചെയ്യുമ്പോഴും പോയി എന്നാണ് വരുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് നമുക്ക് വിശദമായിട്ട് തന്നെ പറയാം. ഇപ്പോൾ നമ്മൾ ഏകദേശം ഇൻഫോ പാർക്ക് സ്മാർട്ട് സിറ്റി ഏരിയയുടെ മുകളിലൂടെ പോകാൻ പോകുന്നു. ഈ കാണുന്ന ലുലുവിൻ്റെ പുതിയ കെട്ടിടമാണ്, പുതിയ IT ടവറാണ് ഈ കാണുന്ന ഒരു ബോക്സ് പോലെ കാണുന്നത്. ലുലുവിൻ്റെ പുതിയ IT ടവറാണ്. സ്മാർട്ട് സിറ്റി ആ ഒരു ഭാഗത്തിൻ്റെ മുകളിലൂടെയാണ് നമ്മളിപ്പോൾ സഞ്ചരിക്കുന്നത്. നിരവധി ഫ്ലാറ്റ് സമുച്ചയങ്ങൾ നമുക്ക് കാണാം. അതുപോലെ തന്നെ കുറേ വില്ലകൾ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ ആകാശത്തുനിന്ന് താഴത്തേക്ക് നോക്കുമ്പോൾ കാണുന്ന ഒരു തോട് കാണാം. തോട് മുഴുവനും കരിങ്കൂളം വന്ന് ഇടിഞ്ഞു കിടക്കുന്നത് കാണാം. നിരവധി അതിനിടക്ക് കുറേ മരങ്ങളുണ്ട്. പക്ഷേ കുറേ മരങ്ങളൊക്കെ കട്ട് ചെയ്ത് പോയി. ഇതുപോലെ ഫ്ലാറ്റ് വില്ലകളൊക്കെ വന്ന് പതുക്കെ മാറി. നമ്മൾ ഇൻഫോ പാർക്ക് ആ പ്രദേശത്ത് അതിന് മുകളിലൂടെയാണ് ഇപ്പോൾ സഞ്ചരിക്കുന്നത്. പിന്നെ കുറച്ച് സ്ഥലങ്ങളൊന്നും നമ്മൾ കൃത്യമായി മുകളിൽ നിന്ന് നോക്കുമ്പോൾ ഏതാണെന്നുള്ളത് വ്യക്തമായിട്ട് പറയാൻ സാധിക്കുന്നില്ല. എങ്കിലും നിരവധി ഫ്ലാറ്റുകൾ നമുക്ക് കാണാം, IT ബിൽഡിങ്ങുകൾ കാണാം. അതിൻ്റെ മുകളിലൂടെയാണ് നമ്മൾ ഇപ്പോൾ സഞ്ചരിക്കുന്നത്. എന്തായാലും നല്ല കാഴ്ചയാണ്. ആകാശത്ത് നിന്ന് താഴത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണുന്ന ഈ ഒരു കാഴ്ച വളരെ രസകരമായിട്ടുള്ള കാഴ്ചകളാണ്. നമ്മൾ വീണ്ടും ലുലുവിൻ്റെ IT ടവറിൻ്റെ ഭാഗത്തുകൂടി ലുലുവിനെ ചുറ്റി കറങ്ങിയാണ് വീണ്ടും നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ രസകരമായ ആകാശവും എല്ലാം വളരെ കൃത്യമായി തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതൊരു വലിയ നല്ലൊരു അനുഭവം തന്നെയാണ്. തീർച്ചയായും ഇതുപോലുള്ള ഹെലി റൈഡുകളിൽ ഒന്ന് സഞ്ചരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു സുഖം നമുക്ക് നേരിട്ട് അനുഭവിക്കാൻ സാധിക്കും. ഇപ്പോൾ ഞാൻ പറയുമ്പോൾ തന്നെ, ഇത് കാണുമ്പോൾ തന്നെ എല്ലാവർക്കും അത് ബോധ്യമാകും. അതുകൊണ്ടാണ് നന്മ 24 ഇതുപോലെ ഒരു ഹെലി റൈഡുമായി ബന്ധപ്പെട്ട് ആളുകൾക്ക് ഈ ഹെലി റൈഡിൽ എങ്ങനെയാണ് നമുക്ക് IT നഗരം കാണാൻ സാധിക്കുക, അമ്പരചുംബികളായ കെട്ടിടങ്ങളുടെ മുകളിലൂടെ സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന അനുഭവം. ആദ്യം പറഞ്ഞു നമ്മുടെ ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ്, അതിൻ്റെ മുകളിലൂടെയാണ് നമ്മളിപ്പോൾ സഞ്ചരിക്കാൻ പോകുന്നത്. ഇവിടെയാണ് തീപിടുത്തം ഉണ്ടായത്. ഇവിടെ തീപിടിക്കുകയും തൊട്ടടുത്ത് നമുക്ക് കാണാം കടമ്പ്രയാറ് കാണാം. ഇവിടെ നിന്ന് മലിനമായിട്ടുള്ള ജലം മുഴുവനും ഈ കടമ്പ്രയാറിലേക്ക് അന്ന് ഒഴുകിയിരുന്നു. മീനുകളൊക്കെ ചെത്തുപൊങ്ങി ആ ഒരു ഇത് നേരിട്ട് കാണാം. മിക്കവാറും ബ്രഹ്മപുരം പ്ലാന്റ് ആളുകൾ കണ്ടിട്ടുണ്ടാകില്ല. അവർക്കത് കാണാനുള്ള ഒരു അവസരം കൂടിയാണ് നന്മ 24 ഒരുക്കുന്നത്. കുറച്ച് ഷെഡുകൾ നമുക്കവിടെ കാണാം. ഏതായാലും വളരെ രസകരമായ കാഴ്ചയാണ് ഹെലി റൈഡ് കൊച്ചി നമുക്ക് ഒരുക്കിയിട്ടുള്ളത്. നമ്മൾ വീണ്ടും രാജഗിരി കോളേജിൻ്റെ ഗ്രൗണ്ടിൽ ലാൻഡ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. രാജഗിരി കോളേജ് തുടങ്ങിയ അതേ സ്ഥലത്ത് തന്നെ ഒന്ന് ലാൻഡ് ചെയ്യാനായി രാജഗിരി കോളേജ് ഗ്രൗണ്ടിൽ നമ്മൾ ലാൻഡ് ചെയ്യുകയാണ്.
വളരെ രസകരമായ അനുഭവമാണ്. ഏതായാലും കൂടെ യാത്ര ചെയ്തവരുടെ അനുഭവം കൂടി നമുക്ക് അടിപൊളി, മസ്റ്റ് ട്രൈ ആണ് കേട്ടോ. മസ്റ്റ് ട്രൈ ആയിട്ട് ചെയ്യേണ്ടതാണ്. കൊച്ചിയിൽ വരികയാണെങ്കിൽ ഇതുപോലത്തെ ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ ഒരിക്കലും മിസ് ചെയ്യരുത്. കാരണം അത്ര അടിപൊളി എക്സ്പീരിയൻസ് ആണ്. പിന്നെ ഹെവൻ കണ്ട ഫീൽ ഉണ്ട്. ആരാണെങ്കിലും ഭയങ്കര സ്കിൽഡ് ആട്ടോ. അതുകൊണ്ടിട്ട് ചരിച്ചിതൊക്കെ ആക്കി നമ്മളെ ഫുൾ കൊച്ചി കാണിച്ചു. വണ്ടറിൽ ഇത് കണ്ടു. അടിപൊളി ശരിക്കും. ഈ ഒരു എക്സ്പ്രഷൻ മാത്രമേ ഉണ്ടായിരുന്നു എനിക്ക്.